ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റിയിട്ടു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നൂറുകണക്കിന് ധീരസമര പോരാളികൾ അണിനിരത്തുന്നു. സമരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ മാർച്ചിലും കടുത്ത സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് തൃശൂർ നഗരത്തിൽ 2 പ്രതിഷേധ മാർച്ചുകളാണ് നടന്നത്. രാവിലെ ആദ്യം നടന്ന മാർച്ച് ബി ജെ പി സംഘടിപ്പിച്ച മാർച്ചായിരുന്നു. ബിജെപിയുടെ മാർച്ച് ഏകദേശം 12 മണിയോടെയാണ് തൃശൂർ ജനറൽ ആശുപത്രിയുടെ മുമ്പിലെത്തിയത്. ജനറൽ ആശുപത്രിയുടെ കവാടത്തിൽ പോലീസ് ശക്തമായ ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. കവാടത്തിൽ നിരത്തിയിരുന്ന ബാരിക്കേഡുകൾ മറിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്ന് പ്രതിഷേധം നടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ പോലീസ് ശക്തമായി ഇടപെടുകയും തുടർന്ന് പ്രവർത്തകരെല്ലാവരും തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിരന്നിരുന്ന് ഗതാഗതം ഉപരോധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. തുടർന്ന് കുറച്ചുനേരം കുത്തിയിരുന്ന് ഗതാഗതം ഉപരോധിച്ചതിന് ശേഷം നടന്ന യോഗം ബിജെപിയുടെ ജില്ലാ പ്രഭാരി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അധികം നേരം 3/4 മണിക്കൂറോളം നേരം സ്വരാജ് റൗണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. അതിനുശേഷം പോലീസ് തൃശൂർ ടൗൺ ഈസ്റ്റ് CIയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 1 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, DMO ഓഫീസ് മാർച്ച്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് DMO ഓഫീസിലേക്ക് വരികയും DMO ഓഫീസിന് 100 മീറ്റർ ദൂരെയായി സെന്റ് തോമസ് കോളേജിന്റെ മുൻപിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയുമായിരുന്നു. തുടർന്ന് പ്രവർത്തകർ അല്പനേരം പ്രവർത്തകരും പോലീസുമായി ഉന്തും നടക്കുകയും തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടുന്ന സ്ഥിതി വിശേഷം ഇവിടെയും ആവർത്തിക്കുകയുണ്ടായി. ബാരിക്കേഡിന് മുകളിലൂടെ റീത്തുമായി ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. തുടർന്ന് മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ സംസാരിച്ചു. അതിനുശേഷം അല്പനേരം പ്രവർത്തകരുടെ പ്രതിഷേധ മുദ്രാവാക്യം തുടർന്ന് പ്രവർത്തകരെ എല്ലാം പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ വാഹനത്തിലേക്ക് മാറ്റി. അങ്ങനെ പ്രതിഷേധം ഏകദേശം അവസാനിക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയങ്ക. ശരി അഗസ്റ്റിൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നിലവിൽ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ മാർച്ചിലും കടുത്ത സംഘർഷമാണ്. റോഡിൽ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടാതെ തന്നെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് DMO ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. തുടങ്ങിയ വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്.